സ്തനാർബുദ ചികിത്സയ്ക്ക് ചിലവ് കുറഞ്ഞ ശാസ്ത്രീയ രീതി വികസിപ്പിച്ച മലയാളി ഡോക്ടർമാർ. കീമോതെറാപ്പിക്ക് ശേഷം സ്തനാർബുദ രോഗികളിൽ അവശേഷിക്കുന്ന ട്യൂമർ ഭാഗങ്ങളെ തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യാനായി ആലുവ രാജഗിരി ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം ഡോക്ടർമാർ വികസിപ്പിച്ച ക്ലിപ്പ് ആൻഡ് ബ്ലൂ പ്ലേസ്മെൻറ്റ് എന്ന പുതിയ രീതിയാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ജേണലിൽ ഇടം നേടിയത്. ശസ്ത്രക്രിയ സമയത്ത് ട്യൂമർ കൃത്യമായി തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യാൻ സഹായിക്കുന്ന പുതിയ രീതിയാണ് മലയാളി ഡോക്ടർമാരുടെ സംഘം വികസിപ്പിച്ചത്. ഈ ചികിത്സാ രീതിയിലൂടെ ട്യൂമർ മാത്രം കൃത്യമായി തിരിച്ചറിയാനാവുമെന്നതിനാൽ സ്തനം പൂർണ്ണമായി നീക്കം ചെയ്യേണ്ട അവസ്ഥ ഒഴിവാകും. ഇതോടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും സ്തനത്തിൻ്റെ സ്വാഭാവിക ആകൃതി നഷ്ടപ്പെടില്ലെന്നതാണ് സവിശേഷത. കാരണം ക്യാൻസറുള്ള ഭാഗം കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ട് ആ ഭാഗം മാത്രം നീക്കം ചെയ്യുന്നു. നേരത്തെ കൃത്യത കുറവ് കാരണം കൂടുതൽ ഭാഗം മാറ്റേണ്ടി വന്നിരുന്നു. നമുക്ക് സാധാരണ ഇപ്പോൾ നിലവിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റ് വരുമ്പോൾ ഒരു 100 പേഷ്യൻറ്റ് ബ്രസ്റ്റ് ക്യാൻസറായിട്ട് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 3-1 ആൾക്കാർക്ക് ആദ്യമേ ചിലപ്പോൾ ഓപ്പറേഷന് മുമ്പ് കീമോതെറാപ്പി കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. കീമോതെറാപ്പി കൊടുക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഒന്നെങ്കിൽ ട്യൂമറിൻ്റെ ഒരു ടൈപ്പ് വ്യത്യാസം കൊണ്ടാവാം, അല്ലെങ്കിൽ അസുഖം കുറച്ച് അധികമായി പോയതുകൊണ്ടാവാം. അപ്പോൾ കീമോതെറാപ്പി കൊടുത്ത് മുഴ ചുരുക്കി ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കീമോതെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ കീമോതെറാപ്പി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മുഴ തീരെ ചെറുതായി പോവുകയും അത് നമുക്ക് ചിലപ്പോൾ കാണാതാവുകയും ചെയ്യും. അപ്പം അത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് കീമോതെറാപ്പിക്ക് മുമ്പായിട്ട് തന്നെ അതിനകത്ത് നമുക്കൊരു അടയാളപ്പെടുത്താൻ ഒരു മാർക്കർ നമ്മൾ സാധാരണ വയ്ക്കാറുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കിംഗ് ടെക്നിക്സ് കുറച്ച് എല്ലാം ചിലവേറിയതാണ്. അത് ഒന്നെങ്കിൽ അതൊരു റേഡിയോ ആക്റ്റീവ് ടെക്നിക്ക് ആവാം, അല്ലെങ്കിൽ അതൊരു മാഗ്നറ്റിക് ആവാം, അല്ലെങ്കിൽ മെറ്റാലിക് ആവാം. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ചിലവേറിയതാണ്. പിന്നെ അത് കൂടാതെ നമുക്കിത് അടയാളപ്പെടുത്തിയാൽ മാത്രം പോരാ. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടയാളപ്പെടുത്തി വെച്ച് കീമോതെറാപ്പി കൊടുത്ത് അത് ചെറുതാക്കിയതിന് ശേഷം ആ ട്യൂമർ കണ്ടെത്തി അത് എടുത്തു മാറ്റാൻ വേണ്ടി നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വയറാണ്. വയർ നമ്മൾ ബ്രസ്റ്റ് ട്യൂമറിലേക്ക് ഇട്ട് ആ വയറിൻ്റെ എലോങ് പോയി നമ്മൾ ആ ട്യൂമർ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വയറിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം വയർ നമുക്ക് ഓപ്പറേഷന് മുൻപായിട്ട് നമുക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റൊരു സ്ഥലത്ത് പേഷ്യൻറ്റിനെ കൊണ്ടുപോയിട്ട് വേണം വയറിടാൻ. വയറിടുന്ന അനസ്തീഷ്യ കൊടുത്തിട്ടല്ലാത്തത് കാരണം അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, വേദനകളുണ്ട്. പിന്നെ വയർ ഇട്ടതിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിലേ ഉണ്ട്. പിന്നെ വയർ അവിടുന്ന് അനങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തു പോകാനും സാധ്യതയുണ്ട്. അപ്പം ഇതിനകത്ത് 2 ഇഷ്യൂസാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഒന്ന്, അടയാളപ്പെടുത്താൻ ഇടുന്ന മാർക്കർ അല്ലെങ്കിൽ ക്ലിപ്പ്, അത് ഏത് തരം വേണ്ടി ആയിക്കോട്ടെ, അത് എക്സ്പെൻസീവാണ്. പിന്നെ അത് ഓപ്പറേഷൻ സമയത്ത് ആ മാർക്കർ കണ്ടെത്തി ആ ട്യൂമർ എടുത്തു മാറ്റാൻ ഉപയോഗിക്കുന്ന വയർ, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, വേദന, സർജറിയിലുള്ള ഡിലേ, പിന്നെ ആ വയർ അനങ്ങിപ്പോകാനുള്ള സാധ്യതകൾ, അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അപ്പം ഇതിന് രണ്ടിനും ഒരു പരിഹാരം വേണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഡോക്ടർ ആനന്ദ് പറഞ്ഞ പോലെ നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്ന മുന്നേ വി ഹാവ് ടു ലോക്കലൈസ് ദ ട്യൂമർ. ഈ ലോക്കലൈസേഷന് വേണ്ടിയാണ് നമ്മൾ ഒരു 5 സെൻറ്റിമീറ്റർ ട്യൂമർ ആണെന്ന് വിചാരിച്ചു അതിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ ക്ലിപ്സ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കമേഴ്ഷ്യലി അവൈലബിൾ ഉള്ള ക്ലിപ്സ് ആർ വെരി എക്സ്പെൻസീവ്. സോ മാക്സിമം നമുക്ക് ഒരു ക്ലിപ്പ് മാത്രമായിരിക്കും ഇടാൻ പറ്റുള്ളൂ, വിച്ച് ഇസ് അറൗണ്ട് 10,000 to 12,000. പക്ഷേ നമ്മുടെ ഈ ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 4 ക്ലിപ്സ് ആണ്. സോ അതിൻ്റെ വിസിബിലിറ്റി കൂടുതലാണ്. എസ്പെഷ്യലി കീമോതെറാപ്പി കഴിയുമ്പോഴേക്കും ഈ സിംഗിൾ ക്ലിപ്പിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ട്യൂമർ ഷ്രിങ്ക് ആകുമ്പോഴേക്കും സ്കാർ ടിഷ്യൂ ഉണ്ടാകാം. സോ റേഡിയോളജിസ്റ്റിനെ ആ സിംഗിൾ ക്ലിപ്പ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ 4 ക്ലിപ്സ് ഇടുമ്പോഴേക്കും വിസിബിലിറ്റി ഈസ് ബെറ്റർ. പിന്നെ ഈ ഒരു ഷ്രിങ്കായ ട്യൂമർ ബെഡിനെയാണ് നമ്മൾ ഇൻട്രാഓപ്പറേറ്റീവ്ലി ഒരു ബ്ലൂ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് അത് സർജനെ കാണിച്ചു കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ വെരി മിനിമലിസ്റ്റിക് ഇൻ ടേംസ് ഓഫ് ദ amount ഓഫ് സർജറി. ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ട്യൂമർ ചുരുങ്ങി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറാം. സോ ഓൺലി ക്ലിപ്സ് മാത്രമേ ബാക്കിയുള്ളൂ. സോ ആ ക്ലിപ്പ് ആക്യുറേറ്റ്ലി ആ ഒരു ഏരിയ മാത്രമാണ് സർജൻ എടുക്കാൻ പോകുന്നുള്ളൂ. സോ എ ലോട്ട് ഓഫ് ബ്രസ്റ്റ് ടിഷ്യൂ ഇസ് സേവ്ഡ് ഡ്യൂറിങ് സർജറി. പിന്നെ ഈ പ്രൊസീജിയർ ഇസ് വെരി പെയിൻലെസ്. ഒരു 10 മിനിറ്റ് എടുക്കാറുള്ളൂ 4 ക്ലിപ്പ് പ്ലേസ് ചെയ്യാൻ. പേഷ്യൻസ് ഡോണ്ട് ഹാവ് പെയിൻ, ഇൻഫെക്ഷൻ, നത്തിങ്. സോ അത് കഴിയുമ്പോഴേക്കും ദേ ക്യാൻ സ്റ്റാർട്ട് കീമോതെറാപ്പി. ആ ക്ലിപ്പ് ബ്രസ്റ്റിൽ ഉള്ളത് കൊണ്ട് പേഷ്യൻ്റ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ബോഡി കമ്പാറ്റബിൾ. സോ ഇൻ സമറി ദിസ് ഇസ് വാട്ട് വി ഡു ഫോർ ക്ലിപ്പ് പ്ലേസ്മെൻറ്റ്. ട്യൂമർ തിരിച്ചറിയാനായി നിലവിൽ പിന്തുടരുന്ന മാർക്കിംഗ് രീതിക്ക്
15,000 രൂപ മുതൽ 20,000-ഓളം രൂപ ചിലവ് വരും. എന്നാൽ പുതിയ രീതിയിലൂടെ 1,500 രൂപയായി കുറയ്ക്കാമെന്നും കൂടുതൽ കൃത്യത കൈവരിക്കാമെന്നും ഇവർ തെളിയിച്ചു. ബാക്കിയുള്ള ഇതിൽ നിന്നും ഈ ടെക്നിക്കിൽ ഞങ്ങൾ വരുത്തിയ വ്യത്യാസം എന്ന് പറയുന്നത് ഓപ്പറേഷൻ്റെ സമയത്ത് ഈ മെറ്റാലിക് മാർക്കർ ഇരിക്കുന്ന ഏരിയയിൽ ഞങ്ങളൊരു മെത്തിലിൻ ബ്ലൂ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അധികം ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങൾ നീക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രസ്റ്റിൻ്റെ ഒരു സൈസിനോ അല്ലെങ്കിൽ ആകൃതിക്കോ വലിയൊരു വ്യത്യാസം വരുന്നില്ല. പിന്നെ ഈ ഒരു മാർക്കർ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ട്യൂമർ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ മാർക്കിങ്ങിനായി ഉപയോഗിക്കുന്ന ക്ലിപ്പിലേക്ക് വയറിടുമ്പോൾ രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും വേദനയും ഒഴിവാക്കാനാകും. ആലുവ രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാരായ ഇവരുടെ ക്ലിപ്പ് ആൻഡ് ബ്ലൂ പ്ലേസ്മെൻറ്റ് എന്ന പുതിയ രീതി അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ജേണലിൽ ഇടം നേടുകയും ചെയ്തു. കീമോതെറാപ്പിക്ക് മുൻപേ ട്യൂമറിനുള്ളിൽ ക്ലിപ്പിടും. കീമോതെറാപ്പി കഴിയുമ്പോൾ ട്യൂമർ ചുരുങ്ങി ക്ലിപ്പിനോട് ചേരും. ശസ്ത്രക്രിയ സമയത്ത് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെ നീല നിറത്തിലുള്ള മെഥലിൻ ക്ലിപ്പിന് ചുറ്റും കുത്തിവയ്ക്കും. ഇതുവഴി അവശേഷിക്കുന്ന ട്യൂമർ ഭാഗം വ്യക്തമായി കണ്ടെത്തി നീക്കം ചെയ്യാം. ന്യൂസ് ഡെസ്ക് ആലുവ.